ഹായ് നമസ്കാരം. കോട്ടയം ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി അമിത്തുമായിട്ടുള്ള തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണാതായ CD അവരുടെ ഏക തെളിവായിട്ടുള്ള, അതായത് CCTV ദൃശ്യങ്ങൾ അടങ്ങുന്ന ആ ഒരു CD ഈ അമിത്ത് കൊലപാതകത്തിന് ശേഷം എടുത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ട്. ആ ഉപേക്ഷിച്ചത് ഒരു കുളത്തിൽ നിന്നാണ് കണ്ടെടുക്കേണ്ടത്. ഇയാളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ആ ഒരു കുളത്തിൽ നിന്ന് ഈ CD ഒക്കെ എടുക്കേണ്ടത്. ഇനി ആ ഒരു 2 ഫോണ് ഇയാൾ വിജയകുമാറിൻ്റെയും മീരയുടെ ഫോണ് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോണ് ഇയാൾ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തുകൊണ്ട് പോയത്. ഈ എടുത്തുകൊണ്ട് പോയ സമയത്താണ് ഈ കോഴി ഫാമിൽ, സഹോദരൻ്റെ കോഴി ഫാമിൽ വന്നിരുന്നിട്ട് ഒന്ന് സ്വിച്ച് ഓൺ ആക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഓൺ ആക്കിയത്. പക്ഷേ ഏത് ഒരാൾക്കും അറിയാം, കൊലപാതകം ചെയ്താൽ ആദ്യം ഫോണാണ് ട്രേസ് ചെയ്യണമെന്ന്. എല്ലാവർക്കും ഫോണാണ് ആദ്യം ട്രേസ് ചെയ്യണമെന്ന്. അപ്പം ആ ഒരു ഫോണ് അയാളാണ് കൊലപാതകി എന്നറിഞ്ഞിട്ട് ആ ഫോൺ എന്തിനാ അയാൾ ഓണാക്കി. അതൊക്കെ ഒരു പുറമേയുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ചിന്തിക്കേണ്ട ഏക കാര്യങ്ങൾ തന്നെയാണ്. കാരണം ആ ഒരു ഫോൺ ഓണാക്കിയിട്ട് കാശ് എടുക്കാനെന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞിരുന്നത്. പക്ഷെ അതൊന്നും അല്ലായിരിക്കേണ്ട സാധ്യത. കാരണം ഇത്രയും കോടീശ്വരനായ ഒരു വ്യക്തിക്ക് എന്തായാലും ശത്രുക്കൾ കാണും. കാരണം ഈ മകൻ മരിച്ചു, ഇനി അടുത്തുള്ള ഏക അവകാശം എന്ന് പറയുന്നത് ഇനി മകളാണ്. ഇനി മകൾക്ക് ഒരു ആരും സംരക്ഷണം കൊടുത്തില്ല എങ്കിൽ മകളുടെ കാര്യം കട്ടപ്പുക തന്നെയായിരിക്കും. കാരണം ആ കുടുംബത്തിലെ ഓരോരുത്തരെയും നോക്കി വെച്ചിട്ടുള്ള ആരോ ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉറപ്പാണ്. കാരണം ഈ ഒരു അമിത്തിനെ കൊണ്ട് ചെയ്യിച്ചു, നീ ഇങ്ങനെ പറയണം എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആ ഒരു കേസ് പോകുന്നത്. അതുമാത്രമല്ല, വാർത്തയിൽ പറയുകയുണ്ടായി അമിത് അവിടെ ആ ഒരു ചുറ്റുപാടൊക്കെ വന്ന് നോക്കുകയുണ്ടായി. അവിടുത്തെ ഒരു എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ ഉള്ളതൊക്കെ. അതൊക്കെ നോക്കേണ്ട കാര്യമില്ല. 3 വർഷക്കാലം അയാൾ അവിടെ ജോലി ചെയ്ത ഒരാളാണ്. അപ്പം ആ ഒരു കാര്യത്തിന് അയാൾക്ക് ആ വീട്ടിനകത്തുള്ള സകല കാര്യങ്ങളും അറിയാം. പിന്നെ എന്തിനാണ് അയാൾ വന്ന് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പം അത് തന്നെ ഏറ്റവും വലിയ കള്ളത്തരം പറയേണ്ടത്. കാരണം ഇത്രയും വലിയ ക്രൂരമായിട്ടുള്ള കൊലപാതകവും ചെയ്ത ആ ഒരു മീര എന്ന് പറയുന്ന ആ ഒരു ഡോക്ടറിനെ ഒക്കെ ഇട്ടിട്ട് ആ ഒരു ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് കാമുകിക്ക് അയച്ചു കൊടുക്കുക. അതും കാമുകി വൈരാഗ്യം തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം കാമുകിയോടാണ് തോന്നേണ്ട, അതല്ല തോന്നേണ്ട. അല്ലാണ്ട് ഇവനും ആ ഒരു കാമുകി എന്ന് പറയുന്ന ആ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ സ്ത്രീ ഇട്ടിട്ട് പോയെങ്കിൽ ആ സ്ത്രീയോടാണ് ഈ വൈരാഗ്യം തോന്നാനുള്ള കാരണം. പക്ഷേ ഇതിപ്പോൾ നേരെ തിരിച്ചിട്ടാണ്. ആ മീര എന്ന് പറയുന്ന ആളുടെ, ഈ ഒന്നും അറിയാതെ വിജയകുമാറിൻ്റെ ആളുടെ മേലെയാണ് ഇയാൾക്ക് വൈരാഗ്യം തോന്നിയിരിക്കുന്നത്. അത് ഏറ്റവും പൊട്ടത്തരായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് തന്നെയാണ് ഇതിൻ്റെ പുറകിൽ ആരോ ഉണ്ട്, ഇതിൻ്റെ പുറകിലുള്ള കൈകൾ ആരാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിനകത്തുള്ളൂ. കാരണം വെച്ചാൽ ഇവരുടെ മകൻ മരിച്ചിട്ട് 7 വർഷമായി. ആ ഒരു സംഭവം കൊലപാതകമാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാൽ ഒരാൾ സ്വന്തം കഴുത്തറുക്കത്തില്ല, അത്രയും വേദന സഹിച്ചിട്ട് ആരും കഴുത്തറുക്കത്തില്ല. അതുമാത്രമല്ല, വലിച്ചഴിച്ച് റെയിൽവേ പാളത്തിൽ കൊണ്ടിട്ട് എന്തോ ആണ് ചെയ്തിട്ട് ആ ഒരു കേസ് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് 7 വർഷം ആയപ്പോഴത്തേക്കാണ് ആ ഒരു കേസ് CBIക്ക് കൈമാറി കേസ് അന്വേഷണം തുടങ്ങാനിരിക്കുകയാണ് ഈ അടുത്തൊരു സംഭവം. അപ്പം ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ആ കാര്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ ഈ അമിത്തിൻ്റെ പുറകിൽ ആരാണോ നിന്നത് ആ ആളെ കണ്ടെത്തുക. ഇല്ലെങ്കിൽ ഇപ്പം പണമൊക്കെ ഉള്ള ആൾക്കാരല്ലേ, അപ്പം പണത്തിന് മീതെ പണം ഇറങ്ങി കളിക്കാനല്ലേ എല്ലാവരും നോക്കത്തുള്ളൂ. ഇനി ഈ കേസ് തെളിയൊന്നും പോലും അറിയത്തില്ല. ഇപ്പം മകൻ്റെ മരണം കഴിഞ്ഞു, അടുത്ത 7 വർഷം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെയും മരണം കഴിഞ്ഞു. അതും എന്ത് ക്രൂരമായിട്ടാണ് കൊന്നിരിക്കുന്നത് നോക്കി. എന്തായാലും ആരാണ് ചെയ്തിരുന്നത് അതുപോലെ അവന് ഇതുപോലത്തെ ശിക്ഷകൾ കിട്ടട്ടെ, ദൈവമായിട്ടെങ്കിലും ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടട്ടെ എന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. മറ്റുള്ളവരുടെ സ്വത്ത് അടിച്ചു മാറ്റി ജീവിച്ച് സന്തോഷിക്കാനും പിന്നെ മറ്റുള്ളവരുടെ സമ്പത്തിലോട്ട് കണ്ണുവെച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം ഇതിൻ്റെ പുറകെ ആരാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. ഇത്രയും ക്രൂരമായിട്ട് ഇപ്പം തന്നെ ഈ കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് 3ാമത്തെ ക്രൂരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുമാത്രമല്ല, ഈ അമിത് എന്ന് പറയുന്ന ആൾ ഈ ഫോൺ എടുത്തുകൊണ്ട് പോയി. ഈ 2 ഫോണും പിന്നെ ഈ തെളിവടങ്ങുന്ന ആ ഒരു CD കൂടിയാണ് എടുത്തുകൊണ്ട് പോയത്. CD ഉപേക്ഷിക്കേണ്ടായി 2 ഫോൺ എടുത്തുകൊണ്ട് പോയിട്ട് ആ ഒരു ഫോൺ ഈ കോഴി ഫാമിൽ വെച്ച് ഓണാക്കി എന്നാണ് പറയുന്നത്. ഏത് മണ്ടനാണെങ്കിൽ പോലും ഈ ഫോൺ ഓണാക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ ഒരു കൊലപാതകം ചെയ്തൊരു വ്യക്തി ഇവിടെ നിൽക്കുന്ന പോലും ഫോണൊന്നും ഓണാക്കാൻ ശ്രമിക്കാറില്ല. കാരണം നമ്മൾ എവിടെ നിൽക്കണം അറിയണ്ടെന്നുള്ള രീതി തന്നെയാണ് അത്. അപ്പോൾ ഇത്രയും കൊലപാതകം ചെയ്തിട്ടും അയാൾ എവിടെ നിൽക്കണം എന്ന് കണ്ടുപിടിക്കണം പോലീസ്. ആ ഒരു രീതിയിൽ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പം നേരെ അയാളിലോട്ട് ചെല്ലും, അയാൾ സത്യങ്ങളെല്ലാം പറയും, പിന്നെ ആ ഒരു കേസ് അതോടെ നിർത്തും. പിന്നെ അയാൾ തന്നെയാണ് കൊലപാതകി എന്ന് കോടതിയിൽ നിരൂപിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യമാകുമ്പോഴത്തേക്ക് പിന്നെ മുന്നോട്ടുള്ള കേസ് തീർന്നു. ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതിൻ്റെ പുറകെ ആരുടെയോ കൈ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്നതാണ് പോലീസ്. അല്ലാണ്ട് ഇവൻ പറഞ്ഞിട്ട് അത് ചെയ്തു, അത് കിട്ടി, ഭയങ്കരമായിട്ട് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യം. ഇതിൻ്റെ പുറകിൽ ഈ മകൻ്റെ കേസ് അന്വേഷണം നടക്കാനിരിക്കുകയാണെങ്കിൽ ഒരു സംഭവം ഉണ്ടായിരിക്കണം. അപ്പം
മകൻ്റെ കേസ് അന്വേഷിക്കാൻ ഇരിക്കുകയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെയോ അസാധാരണമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതെന്തായാലും പോലീസ് കണ്ടുപിടിച്ചേ മതിയോ. അങ്ങനെയുള്ള ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ ഒരു കേസിൽ ഉള്ളത്. ഇപ്പോൾ തന്നെ ജിഷയുടെ കേസിലാണെങ്കിൽ ഒരു ബംഗാളിയെ പിടിച്ച് അകത്തിട്ടു. ഇതാണായിരിക്കാം, ഈ അമിതായിരിക്കും ഇവിടുത്തെ കാര്യത്തിൽ കുറ്റവാളി ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഒരാൾ കാണുമല്ലോ. ഇയാൾ സ്വന്തം ഇഷ്ടത്തിന് വന്നിട്ട് കാമുകിയെ പിരിഞ്ഞിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതൊന്നുമല്ല, ഇതിൻ്റെ പുറകിൽ ഈ പണം ഉള്ള ആരോ എന്തോ പണം ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു പണത്തിന് മീതെ കളിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ മകനെ കൊന്നത്. അത് തന്നെയാണ്, അത് തെളിയാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പം അച്ഛനും അമ്മയും കൊന്നിട്ടത്. ഇനി ഏക അവകാശം എന്ന് പറയുന്ന ആ ഒരു അമേരിക്കയിൽ ഇരിക്കുന്ന ആ മകൾ മാത്രമാണ്. അപ്പം ഇത്രയും പെട്ടെന്ന് ഈ കേസ് ആരാണ് ഈ ഒരു തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യം പോലീസ് തന്നെ കണ്ടുപിടിക്കുക.